ഇടത് കൈ ഉയർത്തിപ്പിടിച്ച് നീണ്ട 45 വർഷം ഇറാൻ എന്ന് പറയുന്ന പ്രവിശാലമായ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സയ്യിദ് ആയത്തുള്ള ഹുസൈൻ അലി ഖാംനഈ എന്ന പരമോന്നതനായ രാജാവ്, ഒരു നീതിമാനായ ഭരണാധികാരി. ബങ്കറിൽ കയറി അദ്ദേഹം ഒളിച്ചിരുന്നില്ല. യുദ്ധമുണ്ടായപ്പോൾ തന്റെ ജനതയെ വിട്ട് അദ്ദേഹം ഓടിപ്പോയതുമില്ല. ഒരു നോമ്പുകാരനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഓഫീസിലിരുന്ന് തുടർന്നു. സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ടാണ് ആ മനുഷ്യൻ തന്റെ രാജ്യത്ത് അഭിസംബോധന ചെയ്തത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തുൻ നസ്ർ ഓതിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. 1981 ജൂൺ 27-ാം തീയതി ഇറാനിലെ ടെഹ്റാൻ സിറ്റിയിലെ അബൂസർ എന്ന് പറയുന്ന പള്ളിയിൽ രാവിലെ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന് തഅലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലതുഭാഗത്ത് ആരോ കൊണ്ടുവന്നു വെച്ച സോണി കമ്പനിയുടെ ടേപ്പ് റെക്കോർഡറിന്റെ രൂപത്തിലുള്ള ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. വലത് കൈയുടെ ചലനം പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടു. ശ്വാസകോശത്തിന് വരെ മുറിവുകളുണ്ടായി. നീണ്ട മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം രോഗവിമുക്തനായിട്ട് ഭരണരംഗത്തേക്ക് തിരിച്ചെത്തി. 45 വർഷമാണ് അദ്ദേഹം ഇറാനിനെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നയിച്ചത്. വിശ്വാസധാരയിൽ എതിർചേരിയിലാണെങ്കിൽ പോലും എല്ലാ നിസ്കാരത്തിന് ശേഷവും ആ മനുഷ്യൻ ദുആ ചെയ്തു, റബ്ബേ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം നീ എനിക്ക് തരണേ അല്ലാഹ്. ഒരു റമളാനിൽ അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു കേട്ടു. ഒരു നല്ല മനുഷ്യനായിട്ട് പുഞ്ചിരിച്ച് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. ലോകത്ത് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ.